നടൻ മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയുടെ ട്രെയിലറിന് ഗംഭീര വരവേൽപ്പാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. 1 മിനിറ്റ് 47 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ 8,22,000 പേരാണ് ഇതിനോടകം കണ്ടത്. നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നേരത്തെ നവംബർ 6-ന് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മാറ്റിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ ക്രിസ്മസ് റിലീസായി ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ അപ്പ എന്ന ആദ്യ ഗാനം ഇരുകൈകളും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. വിനായക് ശശികുമാറാണ് സാം CS ഈണം നൽകി ഗാനത്തിന്റെ മലയാളം വരികൾ രചിച്ചിരിക്കുന്നത്. മധു ബാലകൃഷ്ണനാണ് ഗാനത്തിന്റെ മലയാളം പതിപ്പ് ആലപിച്ചത്. അതിനു പിന്നാലെ ഡിസംബർ 17-നാണ് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. 1 മിനിറ്റ് 47 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിന് ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഈ വർഷത്തെ മോഹൻലാലിന്റെ അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രമാകും വൃഷഭ എന്ന് തന്നെയാണ് ട്രെയിലർ എത്തിയതിനു പിന്നാലെ ആരാധകർ കുറിക്കുന്നത്. റിലീസ് ചെയ്ത് ഒരു ദിവസം പിന്നിടുമ്പോൾ 8,22,000 പേരാണ് ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ ട്രെയിലർ കണ്ടിരിക്കുന്നത്. അതിനിടെ ട്രെയിലറിലെ ഒരു ഷോട്ടും ഇപ്പോൾ വൈറലാകുകയാണ്. ട്രെയിലറിൽ മോഹൻലാലിന്റെ മുണ്ട് മടക്കി കുത്തിയുള്ള ഫൈറ്റിന്റെ ഷോട്ടുകൾ വന്നു പോകുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു മോഹൻലാൽ സിനിമയായ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടുമായി സാമ്യതയുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ആറാട്ടിലെ ഫൈറ്റ് സീനിന് സമാനമായ വേഷം ധരിച്ചാണ് വൃഷഭയിലും മോഹൻലാൽ എത്തുന്നത്. ഇത് ആറാട്ട് യൂണിവേഴ്സ് ആണോ എന്നും നെയ്യാറ്റിൻകര ഗോപൻ വിട്ടുപോയിട്ടില്ലേ എന്നുമൊക്കെ പലരും സമൂഹമാധ്യമങ്ങളിൽ കമന്റുകളുമായി എത്തുന്നുണ്ട്. ശോഭ കപൂർ, ഏതാർ കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തൂർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, വിശാൽ ഗുർനാനി, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസതുല്യമായ കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിനാണ് ചിത്രം ഒരുക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിലെത്തിക്കുന്നത്. വമ്പൻ ക്യാൻവാസും താരനിരയുമുള്ള ചിത്രം ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒപ്പം വൈകാരിക അംശങ്ങളോടെ പറയുന്ന പുരാണ കഥയുമായിരിക്കും. മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത്. മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. രാഗിണി ദ്വിവേദി, സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഗംഭീര ഛായാഗ്രഹണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യവിസ്മയം തന്നെ സിനിമ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. തെലുങ്ക്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. ആന്റണി സാംസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് MK പ്രകാശാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.